ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. അതിന് ഒരുപാട് നാളത്തേക്ക് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ പൂക്കളം ചെയ്യാൻ എത്ര പൂ വേണ്ടി വരും, അല്ലെങ്കിൽ എത്രമാത്രം ഓരോ പൂവും എത്രമാത്രം വേണ്ടി വരും, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൂക്കളത്തിൻ്റെ സൈസ് അനുസരിച്ച് എത്ര പൂ വേണ്ടി വരും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിരുന്നു. പൂക്കളം ചെയ്യാൻ എത്ര പൂ വേണമെന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന് സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പിന്നെ നമ്മുടെ ഡിസൈനിനനുസരിച്ചിരിക്കും, അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ അനുസരിച്ചും, പിന്നെ നമ്മൾ എത്ര ലെയറാണ് പൂക്കളത്തിനായിട്ട് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ പൂവിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട് 2 കിലോ പൂ വെച്ച് നമുക്ക് പൂക്കളം ഇടാം, 3 കിലോ വെച്ച് ഇടാം, 4 കിലോ വെച്ചും ഇടാം, ഇഷ്ടമുള്ള കിലോ വെച്ച് ഇടാം. പക്ഷേ പൂക്കളത്തിന് പെർഫെക്ഷൻ ലഭിക്കണമെങ്കിൽ ഏകദേശം ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് ഇടേണ്ടി വരും. അതായത് ഒരു ലെയർ ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലെയർ, പിന്നെ വീണ്ടും ഒരു ലെയർ, അങ്ങനെ ലെയർ ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഈ ലെയർ കൂടുന്തോറും നമ്മുടെ കിലോ ഓഫ് ഫ്ലവേഴ്സ് എത്ര വേണമെന്നുള്ളത് കൂടും. അപ്പോൾ ചിലർ 2 കിലോ വെച്ചിട്ട് ഒരു ഫുൾ റൗണ്ട് പൂക്കളം ഒപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു പൂക്കളം കണ്ടു. അത് അവർ ചെയ്തതെന്ന് പറയുമ്പോൾ വെറും 2 കിലോ പൂ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളത് ആ പൂക്കളത്തിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ കാണാതിരിക്കാനാണ് ഒരുപാട് ലേയേഴ്സ് പൂക്കളത്തിലിടുന്നത്. പിന്നെ നോർമൽ ഒരു കണക്കനുസരിച്ച് ഒരു 6 ഫീറ്റ് ഡിസൈൻ, നോർമൽ ഒരു കണക്കനുസരിച്ച് ഒരു 6 ഫീറ്റ് ഡിസൈന് ഏകദേശം 20 കിലോ പൂ വേണ്ടി വരും. പിന്നെ നമ്മൾ ചിലർ പൂ ഇടുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി മാറ്റുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ വേണ്ടി വരും. അതെല്ലാം കട്ട് ചെയ്യും തോറും അത്രയും പൂ വേണ്ടി വരും. ഓക്കെ, ഏകദേശം ഒരു 6 ഫീറ്റ് ഡിസൈന് 20 കിലോഗ്രാം എനിക്ക് തോന്നുന്നു. അത് ഒരു ലെയറൊക്കെ ചെയ്യാൻ ധാരാളം അത് മതി. പിന്നെ വീണ്ടും ലെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് കൂടി വരും. പിന്നെ നമ്മൾ ഈ വലിയ പൂക്കളമൊക്കെ കണ്ടിട്ടുണ്ട്. ഏകദേശം ഒരു 52 ഫീറ്റൊക്കെ ഉള്ള പൂക്കളം, വലിയ പൂക്കളം, അതൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 1200 കിലോഗ്രാം പൂക്കൾ ഉപയോഗിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കിലോഗ്രാം പൂ വേണമെന്ന് പറഞ്ഞാലും ഓരോ കളേഴ്സും ഇത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ട്. അപ്പോൾ അത് നമ്മളെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്ര കിലോഗ്രാം പൂ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കളേഴ്സും ഓരോ ക്വാണ്ടിറ്റിയിലായിരിക്കും പൂ വേണ്ടത്. ഉദാഹരണത്തിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പൂവാണെങ്കിൽ, ഇപ്പോൾ റെഡ് കളറാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പൂക്കളത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ ഏറ്റവും കൂടുതൽ കിലോസ് ഓഫ് പൂക്കളം എടുക്കേണ്ടത് റെഡ് കളറായിരിക്കും. പിന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള ഫ്ലവേഴ്സും നമ്മൾ എടുക്കും. ഒരു ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ബാക്കി എത്ര വരുമെന്ന് നോക്കിയിട്ട് എടുക്കും. അപ്പം ഇതേ പൂക്കളം 6 ഫീറ്റ് ഞാൻ പറഞ്ഞല്ലോ 20 കിലോഗ്രാം പൂ ഉപയോഗിച്ച് ചെയ്തത്, അതിന് നമുക്ക് വേണമെങ്കിൽ 50 കിലോഗ്രാം ഉപയോഗിച്ചും ചെയ്യാം. കാര്യം കൂടുതൽ ലേയേഴ്സ് ഇടുമ്പോൾ അതിൽ ഗ്യാപ്പൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് നമ്മൾ പൂക്കളം കാണുമ്പോൾ കിട്ടും. പിന്നെ ചില പൂക്കളം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ബാക്കിയുള്ള പൂക്കളം വെച്ച് നോക്കുമ്പോൾ ആ ഫ്ലവർ അറേഞ്ച് ചെയ്യുന്ന രീതി അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചും പൂക്കളം എത്ര ക്വാണ്ടിറ്റി ഫ്ലവേഴ്സ് വേണമെന്ന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ചില പൂക്കളം നോക്കിക്കഴിഞ്ഞാൽ അടുക്കടുക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. ചിലപ്പോൾ ടോപ്പ് ഇങ്ങനെ പൊക്കിയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ ഫ്ലവർ പുട്ടിങ് പാറ്റേണും ഡിഫറെൻ്റാണ്. മാക്സിമം ഗ്യാപ്പില്ലാതെ അടുപ്പിച്ച് ഇങ്ങനെ ഫ്ലവർ ഇട്ടിട്ട് വന്നാണ് ഏറ്റവും നല്ലൊരു പൂക്കളം കിട്ടുന്നത്. അപ്പോൾ ഒരു ഏകദേശ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 52 ഫീറ്റ് പൂക്കളം, ഏറ്റവും വലിയൊരു പൂക്കളം ചെയ്തത് ഏകദേശം ഒരു 1200 കിലോഗ്രാം ഫ്ലവേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളവും അതിന് ആ ഒരു സൈസും ആ ഒരു ക്വാണ്ടിറ്റിയും അനുസരിച്ചൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 6 ഫീറ്റ് ഡിസൈൻ പൂക്കളം, അത് ചിലപ്പോൾ നമുക്ക് 50 കിലോഗ്രാമിന് ചെയ്യാം, 20 കിലോഗ്രാമിന് ചെയ്യാം. അത് നമുക്ക് എത്രമാത്രം പെർഫെക്ഷൻ വേണോ അതിനനുസരിച്ചൊക്കെ ഇരിക്കും. പിന്നെ ഫ്ലവർ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഫ്ലവേഴ്സ് വീണ്ടും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൂടെ നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ നോർമൽ നമ്മളിടുന്ന പൂക്കളത്തിനൊക്കെ ഒരു 15 കിലോഗ്രാം മുതൽ ഒരു 15 കിലോഗ്രാം മുതൽ 50 കിലോഗ്രാം 50 കിലോഗ്രാം വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നോർമൽ നമ്മളിടുന്ന പൂക്കൾ. അത് പൂക്കളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ലിമിറ്റഡ് കണ്ടീഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട് 2 കിലോഗ്രാം പൂ വെച്ച് ഇടുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ അതിലും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് 5 കിലോഗ്രാം പൂ വെച്ച് ഒരു നോർമൽ പൂക്കളം ചെയ്യാറുണ്ട്. പിന്നെ 10 കിലോഗ്രാം 15 കിലോഗ്രാം ഒരു 15 മുതൽ 50 കിലോഗ്രാം ആയിരിക്കും ഒരു നോർമൽ പൂക്കളത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണക്കെന്ന് പറയും. പിന്നെ ഏത് കളറാണോ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിന് ഏറ്റവും കൂടുതൽ കിലോഗ്രാം എടുക്കും.
പിന്നെ അടുത്ത വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കളറിനനുസരിച്ച് എത്ര കിലോഗ്രാം വേണ്ടി വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ കളേഴ്സ് വന്നിട്ടുള്ളത് ഏത് ഡിസൈനാണോ അത് ഏറ്റവും കൂടുതലായിട്ട് എടുക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ 15 കിലോഗ്രാമാണ് ഉപയോഗിക്കേണ്ടി വന്നതെങ്കിൽ എൻ്റെ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഓറഞ്ച് കളറാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഞാൻ ഏകദേശം ഒരു 8 കിലോഗ്രാം ഓറഞ്ച് എടുക്കുക. ബാക്കി എത്ര വന്നിട്ടുണ്ട് അത് ബാക്കി കണക്കനുസരിച്ച് എത്ര ആ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഓരോന്നും തീരുമാനിച്ചായിരിക്കും നമ്മൾ പൂക്കളത്തിൻ്റെ തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാവരും പൂക്കളം ഇടുക, ആഘോഷിക്കുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഏകദേശം പൂക്കളം ഇടേണ്ട ഒരു കണക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.